അത് ശരി. ഇടക്കാലം കൊണ്ട് ഈ തറവാടന്റെ ആജന്മശത്രുവായി മാറിയ മൈഥിലിയെ ന്യായീകരിക്കാണോ നീ? ഞാൻ ന്യായീകരിച്ചൊന്നും അല്ല. ഉടവാള അവൾ എടുത്തോണ്ട് പോയെങ്കിൽ കാർത്തിയും പോലീസും കൂടി അവരുടെ വീട് അരിച്ചു പെറുക്കിയതല്ലേ. എന്നിട്ട് എന്തുകൊണ്ട് വാള് കിട്ടിയില്ല? അതെ, എന്റെ ആങ്ങളയ്ക്ക് കുറച്ച് കുഴപ്പങ്ങളൊക്കെ ഒത്തിരിയുണ്ട്. പക്ഷേ അവ മോഷണത്തിനൊന്നും കൂട്ടുനിക്കില്ല. അയ്യോ, ഹരിശ്ചന്ദ്ര മഹാരാജാവിന്റെ അളിയനല്ലേ നിന്റെ ആങ്ങള. കക്കാതിരിക്കാൻ തക്കം കിട്ടിയ 10 അമ്പലം അവൻ ഒറ്റയ്ക്ക് വിഴുങ്ങും. കൊള്ളന്റെ രാജാവല്ലേ. തന്നെയുമല്ല, ആ വാള് പോയത് മുതല് നീ മൈഥിലിയെ ന്യായീകരിക്കാൻ നടക്കുക. ഈ കച്ചവടത്തില് നിനക്ക് പങ്കുണ്ടോന്ന എന്റെ സംശയം. ദേ, മര്യാദയോട് പറഞ്ഞോണ്ടല്ലോ. തെറ്റ് ചെയ്തത് മറ്റാരോ, കുറ്റം പാവം എന്റെ മകൾക്കും. വളരെ കഷ്ടമാണമ്മ ഇതൊക്കെ, കഷ്ടം. ആ മൈഥിലി ഒരുക്കിയ കെണിയിൽ നീ കൂടി വീടാൻ പാടില്ലായിരുന്നു രാജലക്ഷ്മി. മീനാക്ഷി എല്ലാവരുടെയും ശത്രുവാക്കി ചെമ്പകമംഗലം പിടിച്ചടക്കാനാണ് അവരുടെ ലക്ഷ്യമെന്ന് നിനക്കും അറിയാം. എന്നിട്ടും മൂത്ത മകന്റെ കുഞ്ഞിനെ ഒരു നോക്ക് കാണാൻ 17 വർഷം മനസ്സുകൊണ്ട് വിതിമ്പിയ മുത്തശ്ശി മുത്തശ്ശന്മാരാണ് ഞാനും നീയും. ആ കുഞ്ഞാണ് രാജലക്ഷ്മി മീനാക്ഷി. അത് നീ മറന്നു പോകരുത്. ദേവമേ, മീനാക്ഷി എവിടെ? അവള് നിന്റെ മുറിയിലില്ലേ മോനെ? ഇല്ല, അവള് കിച്ചണിൽ കാണുമെന്ന് ഞാൻ കരുതിയത്. അതെ, മീനാക്ഷി ഇവിടെ ഒന്നും കാണാനില്ല കേട്ടോ. ദൈവമേ, എന്റെ കുട്ടി ഇതെവിടെ പോയി? മീനാക്ഷി കൊച്ചു അവിടെ എങ്ങാനും ഉണ്ടോ മോളെ? ഇല്ല അച്ഛാ. മീനാക്ഷി ചെമ്പകമംഗലത്തില്ല. ഞങ്ങൾ എല്ലാ മുറിയിലും അരിച്ചു പറക്കി. ആരോടൊന്നും പറയാതെ ഈ മീനാക്ഷി ഇത് എവിടെ പോയി? മോനെ, ഇനി അവള് മൈഥിലി അന്വേഷിച്ചെങ്ങനെ പോയോ? അങ്ങനെ ഒരു ബുദ്ധിമോശം മീനാക്ഷി കൊച്ചു കാണിക്കുവോ? അത് പിന്നെ ഇന്നലെ രാത്രി ഒരു കാര്യം ഉണ്ടായി. എന്ത് കാര്യം? ഒരു ദുസ്വപ്നം കണ്ടു എന്ന് പറഞ്ഞ് ഇന്നലെ രാത്രിയില് ഞാനിപ്പോ ഒരു പീക്കിനാവ് കണ്ടു. പേക്കിനാവോ? അതെ. നീ കുഞ്ഞിനെ കുറിച്ച് ഓരോന്ന് വിചാരിച്ച് കിടന്നു കാണും. അപ്പൊ കണ്ട വെറും ഒരു ദുസ്വപ്നം തന്നെ. അതൊന്നും കാര്യമാക്കണ്ട. എന്റെ കുഞ്ഞ് ഏതോ ഒരു ആപത്തി പെട്ടെന്ന് എനിക്ക് ഉറപ്പാ. ഞാൻ എന്റെ കുഞ്ഞിനെ തിരക്കി പോവാ. ഈ രാത്രിയിലോ? അതെ. മോൾ സമ്മതിക്കാത്തത് കൊണ്ട് മീനാക്ഷി കൊച്ചു പറയാതെ പോയി കാണൂ. അവൾ എന്തും ചെയ്യും. കുഞ്ഞിലെ വളർന്നത് ചൊല്ലുവിളിയോടെയൊന്നും അല്ലല്ലോ. അവളല്ലേ വളർത്തിയത് ആ മാധുരി. മോനെ കാർത്തി, എന്താ വേണ്ടെന്ന് വെച്ച അത് ചെയ്യും മോനെ. ഞാൻ മീനാക്ഷിയെ വിളിക്കാം. മീനാക്ഷിയുടെ ഫോൺ എങ്ങനെ അമ്മയുടെ കയ്യില്? ഞാൻ ISD കോള് വിളിക്കാൻ ഇന്നലെ മീനാക്ഷിയുടെ കയ്യിൽ നിന്ന് വാങ്ങി വെച്ചതാ. ദുബായിലേക്ക് രാമേട്ടനെ വിളിക്കണമെങ്കിൽ ഈ ഫോണിലേ പറ്റൂ. അമ്മയുടെ ഫോണില് അതിനുള്ള ആപ്പില്ലേ? അതൊന്നും എനിക്കറിയില്ല. ഇതിലും ഇപ്പം ISD കിട്ടുന്നില്ല. മോളുടെ കയ്യില് ഫോണും ഇല്ല. എന്താ ചെയ്യും എന്റെ ദൈവമേ? മോനെ കാർത്തി, നീ എത്രയും പെട്ടെന്ന് പോലീസിനെ വിവരം അറിയിക്കടാ. സസ്പെൻഷനിലായ ACP മിസ്റ്റർ കാർത്തിക്കിന്റെ
മട്ട മഹർഷി. നിങ്ങളുടെ ഇങ്ങനെ സസ്പെൻഷനായ ACP എന്ന് എപ്പോഴും പറയുന്നത് എന്തിന്? സസ്പെൻഷനായവരാരും തിരിച്ച് സർവീസ് കയറാറില്ലേ? കയറാതിരിക്കാം, അത് വേറെ കാര്യം. ഞാനിപ്പോ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് മീനാക്ഷിയുടെ കാര്യോ. മീനാക്ഷി മൈഥിലിയെ കുറിച്ച് അങ്ങനെയല്ലേ പറയൂ? അല്ലെങ്കിലും നിയമാനുസൃതം നേരെ ചൊവ്വേ നടന്ന കല്യാണമൊന്നും അല്ലല്ലോ ഇത്. ഇപ്പോഴും കാർത്തിക്കിന്റെ താലിക്ക് വേണ്ടി മീനാക്ഷിയും മൈഥിലിയും തമ്മില് അടിപിടിയാണല്ലോ. അതോ കടിപിടിയോ? ആ മീനാക്ഷിയാണ് മൈഥിലിക്കെതിരെ കുറ്റാരോപണം നടത്തിയിരിക്കുന്നത്. അത് കേട്ട് അവളുടെ ഭർത്താവ് മൈഥിലിയുടെ വീട്ടില് വാള് തിരക്കിച്ചെന്ന് നാണം കെട്ട് പുളിയും പിടിച്ചിങ്ങ് പോന്നു. എക്സ്ക്യൂസ് മീ, മര്യാദയ്ക്ക് സംസാരിക്കണം മാഡം. ഈ കാക്കക്കുപ്പായി ഇട്ടപ്പോ ഈ കുട്ടിക്കെന്തോ മതിഭ്രമം ബാധിച്ച പോരാ. മിസ്റ്റർ ജനാർദ്ദന കൈമൾ, ACP, ഒരു കാര്യം ഉറപ്പിച്ച് ഞാൻ പറയാം. പ്രതിയെപ്പറ്റി സംശയമല്ല, വ്യക്തമായ ധാരണയോടെയാണ് സഹീറ IPS ഇവിടെ നിൽക്കുന്നത്. ആളെയും കൊണ്ടേ ഞാൻ ഇവിടുന്ന് പോവും.